ഒരു ഏലം സ്റ്റോർ ഉടമയായി നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡ്രയർ ERP മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു ഉപഭോക്താവിനെ അതിലേക്ക് ചേർക്കേണ്ടത്? നിങ്ങളുടെ കൈകളിലുള്ള ഡ്രയർ ERP മൊബൈൽ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? നിങ്ങളിപ്പോൾ ആ ഡ്രയർ ERP മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടുഡേയ്സ് ഓവർവ്യൂ എന്നൊരു പേജ് നിങ്ങൾക്ക് കാണാം. അതിൽ ക്വിക്ക് ആക്ഷൻ എന്നതിന് കീഴിൽ മാനേജ് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മാനേജ് ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? അവിടെ ആഡ് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണും. അവിടെ നിങ്ങളൊരു ഉപഭോക്താവിന്റെ പേര് ചേർക്കുക. ഒരു ഉപഭോക്താവിന്റെ പേര് ചേർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഉപഭോക്താവിനെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ആദ്യമേ കസ്റ്റമറിന്റെ പേര്, ഉപഭോക്താവിന്റെ പേര് ചേർക്കുക. അദ്ദേഹം കൊണ്ടുവന്ന കായുടെ തൂക്കം എത്രയാണോ അത് ചേർക്കുക. ഇത്രയും കഴിയുമ്പോൾ അത് നേരെ ഡെയിലി ക്രോപ്സ് എന്നൊരു ഓപ്ഷനിലേക്ക് പോകും. വീണ്ടും ഡെയിലി ക്രോപ്സ് എന്ന ഓപ്ഷനിൽ ആ കസ്റ്റമറുടെ പേരിന്റെ അടിവശത്ത് 4 തരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചോ, പ്രിന്റ് ഓപ്ഷൻ ആണ്. ജസ്റ്റ് ആ പ്രിന്റ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രിന്ററിൽ നിന്ന് ലഭിക്കുന്ന ഈ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.